ശ്രീ പ്രവീൺ കുമാർ, ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ആവർത്തിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടില്ല എന്ന മട്ടിൽ കാര്യങ്ങൾ പരിഗണിക്കുകയാണോ പാർട്ടി ലൈൻ, അതോ കൃത്യമായി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയാണോ പാർട്ടി ലൈൻ എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടത് എന്താണ്? അല്ല, അദ്ദേഹം പറഞ്ഞത് 8 വർഷക്കാലമായി കളങ്കരഹിതമാണ് PSC പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് PSCയുടെ ചോദ്യപേപ്പർ ചോർന്നത് ഈ കാലഘട്ടത്തിലാണ്. അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, PSC റാങ്ക് ലിസ്റ്റിനകത്ത് തിരിമറി നടന്നു എന്നുള്ള വസ്തുതയും പുറത്തു വന്നത് ഈ കാലഘട്ടത്തിലാണ്. പിന്നെ ഇതിലപ്പുറം എന്ത് കളങ്കിതമാകാനാണ് PSC? അങ്ങനെ സംശയത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം ആ സംശയ ധ്രുവീകരണത്തിന് പകരം ആ അംഗത്വത്തിന് വേണ്ടി കോഴ വാങ്ങുമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി ജനങ്ങളുടെ സംശയവും ജനങ്ങളുടെ ആശങ്കയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ KPC പ്രസിഡന്റ് കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പറയണോ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ CPM അഴിമതിയിൽ കുളിച്ചു മുങ്ങി താഴുകയല്ലേ, കുളിച്ചു നാറുകയല്ലേ, ജീർണതയുടെ പ്രതീകമായി CPM മാറുകയല്ലേ? എന്തിനേറെ പറയുന്നു, CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ലേ സഖാക്കൾക്ക് പണത്തോട് ആർത്തിയെന്ന്. അതിലപ്പുറം വേറെ എന്തെങ്കിലും പറയണോ? ഞാൻ അതിലപ്പുറം പറയുന്നില്ല. ഏതായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പരാതിക്കാർ എവിടെ, അവരുടെ പരാതി എവിടെ, ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എവിടെ, ഇതൊന്നും പുറത്തേക്ക് വരുന്നില്ല. ശരി, വരണ്ട. ഞാനിവിടെ ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്ത് വന്ന എല്ലാ ആരോപണങ്ങളും പരാതിക്കാരും മുമ്പിൽ വന്നിട്ടുണ്ടല്ലോ. ഇത് ഞാൻ CPMന്റെ അടുത്ത നടപടി കാക്കട്ടെ, ശേഷം സംസാരിക്കാം നമുക്ക്. ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക, ഇനിയും ഇത്തരം അഴിമതിയും കൊള്ളയും നടത്താൻ ഈ കേരളത്തെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല. മാത്രവുമല്ല, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളെയും പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ഏതായാലും CPM എന്നുള്ള പാർട്ടിയുടെ തീരുമാനം വരട്ടെ, അതിനുശേഷം കൂടുതൽ പറയാം. ഓക്കെ, വളരെ നന്ദി. കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാറാണ് നമുക്കൊപ്പം ചേർന്നത്. ആർ ശ്രീജിത്ത് തുടരുന്നുണ്ട്. ആർ ശ്രീജിത്ത്, രാഷ്ട്രീയമായുള്ള വിശകലനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ തന്നെ പല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്.